ഇന്ന് തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാർ നടത്തിയ സമരത്തിനിടെ മുഖ്യമന്ത്രി ഉപയോഗിച്ച ഒരു കപ്പും അതിലെഴുതിയ വാക്കും വലിയ ശ്രദ്ധ നേടി. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് ആ കപ്പിൽ എഴുതിയിരുന്ന വാക്കുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതമാരിൽ ഒരാൾ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വരികളാണ്. മുഖ്യമന്ത്രിയുടെ ഈ ഐക്യദാർഢ്യത്തിന് അതിജീവിത നന്ദി പറയുകയും ചെയ്തു. കേരളത്തോട് കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരായ സമരകാഹളത്തിനാണ് പാളയം രക്തസാക്ഷി മണ്ഡപം ഇന്ന് വേദിയായത്. ഒരു ജനതയോട് ഒരു ഭരണകൂടം കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരായ സന്ദേശം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടങ്ങുന്ന ജനപ്രതിനിധികളെല്ലാം ആ വേദിയിൽ ഒന്നിച്ചു. ആ മഹാസമരവേദിയിൽ ഒരു നേരം സമരനായകനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു കപ്പ് കണ്ടു. ഒരു വെള്ളക്കപ്പ്. കപ്പിന് പുറത്ത് കറുത്ത മഷി കൊണ്ടെഴുതിയ അക്ഷരങ്ങളും. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ഇന്നലെ മുതൽ ഇതൊരു ഭംഗിവാക്കല്ല, പോരാടാനുറച്ച ഒരു അതിജീവിത കുറിച്ച ഹൃദയം തൊടുന്ന വാക്കുകളിലൊന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലായപ്പോൾ ആദ്യ പരാതി നൽകിയ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ. ആ വാക്കുകൾ അക്ഷരങ്ങളായി ഇന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തിയതും ഒരു സമരമായി, ഒരു ഐക്യദാർഢ്യമായി. ഈ ചിത്രം നിമിഷനേരം കൊണ്ട് കേരളം ഏറ്റെടുത്തു. ഒടുവിൽ അതിജീവിത ഇന്ന് വീണ്ടും കുറിച്ചു: ആ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വാചകം സാം മക്ബ്രിട്നി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ 1994 എഴുതിയ ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു കുട്ടി പുസ്തകത്തിലെ വാക്കുകളാണ്. ഒരു അപ്പൻ മുയലും ഒരു കുഞ്ഞുമുയിലും. അപ്പൻ മുയലും കുഞ്ഞുമുയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവരെത്രത്തോളം സ്നേഹിക്കുന്നു എന്നതൊരു പന്തയം വയ്ക്കുന്നു. കുഞ്ഞുമുയിൽ പറയുന്നു, ഉറക്കം വന്ന് ഇങ്ങനെ കണ്ണടയുമ്പോൾ ഞാൻ ആ മൂണിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ലവ് യു ടു മൂൺ എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ കുഞ്ഞിനെ തോൽപ്പിച്ച് അപ്പൻ മുയൽ പറയുന്നു, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ഞാൻ നിന്നെ ചന്ദ്രൻ്റെ അടുത്തേക്കും അവിടെ നിന്ന് തിരികെയുമുള്ള അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന്. കുഞ്ഞുങ്ങൾക്ക് ചന്ദ്രനിലേക്കുള്ള ദൂരമാണല്ലോ ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ ദൂരം. പ്രിയപ്പെട്ടവരെ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്.